ഹായ്. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബ് ചാനലിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ എൻ്റെ ഓൺ വോയിസിലിടാൻ പോകുന്നത്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, വ്ളോഗൊക്കെ ചെയ്തിടണം, ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമുക്കിപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, ഞാനൊരു ഹൗസ് വൈഫാണ്, ഒരു ബേബി ഉണ്ട്, 2 years ഓൾഡ് ബേബി ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറയണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഒരു യൂട്യൂബ് ചാനലാണിത്. അപ്പോൾ അതിൽ ഞാൻ ട്രിവാൻഡ്രത്താണ്. അവിടെ നിന്ന് ഞാനിപ്പോൾ മൂവാറ്റുപുഴയ്ക്ക് വന്നേക്കാണ് ഒരു കല്യാണ ഫംഗ്ഷൻ കൂടാൻ വേണ്ടി. അവിടെ നമ്മൾ നൈറ്റ് പോയി കൂടി, പിറ്റേന്ന് നമ്മൾ സൺഡേ റെഡിയായി ഓഡിറ്റോറിയത്തിൽ തന്നെ പോയി. നല്ല അടിപൊളി കല്യാണമായിരുന്നു. ചെറുക്കനും പെണ്ണും ഒക്കെ ആണെങ്കിലും സൂപ്പറായിരുന്നു. കല്യാണ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത് അവിടുത്തെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഒരു ഉച്ചയോളം വരെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോയി. അവിടെ നിന്ന് റെഡിയായി പിന്നെയും റിസപ്ഷന് വേണ്ടി വന്നു. റിസപ്ഷൻ ആണെങ്കിലും സൂപ്പർ അടിപൊളിയായിരുന്നു. റിസപ്ഷൻ ചെറുക്കൻ്റെ വീട്ടിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെയായിരുന്നു. അതും അവിടെ കൂടി ഫുഡെല്ലാം കഴിച്ച് അവിടെ ഫംഗ്ഷനെല്ലാം നമ്മൾ കൂടിപ്പറക്കി ഒരു നൈറ്റോട് കൂടി നമ്മൾ തിരിച്ചത് തൊടുപുഴയ്ക്ക് പോവുകയാണ്. തൊടുപുഴയാണ് എൻ്റെ വീട്. അവിടെ എൻ്റെ വാപ്പാടെ ഉമ്മാടെ അടുത്തേക്കാണ് പോണത്. അപ്പം ഞാനങ്ങനെ പോയപ്പോൾ നമ്മളിപ്പോൾ കുറേ നാൾ കൂടിയാണ് ഇപ്പോൾ വരുന്നത്. കുറേ നാളെന്ന് വെച്ചാൽ ഒരു 1.5 മാസത്തോളമായി നമ്മൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അപ്പം അവരെയും കണ്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് പോകാമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി നമ്മൾ പോവാണ്. അപ്പോൾ നമ്മുടെ ചെറിയ മക്കൾക്കാണെങ്കിലും അവർക്കും ആഗ്രഹമുണ്ട് അവരുടെ ഈ ഗ്രാൻഡ് പേരൻസിനെ കാണണം. നമ്മളെക്കാളും കൂടുതൽ അവർക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ മാതാപിതാക്കളെയാണ്. അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. അത് ശരിയാണെന്ന് എനിക്കറിയില്ല. കാരണം കൂടുതൽ കെയർ അവർ നൽകുന്നത് കൊണ്ടായിരിക്കും അവർക്ക് കൂടുതൽ അവരോട് ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നു. അറിയില്ല എങ്ങനെയാണ്. അപ്പോൾ അവിടെ കുറച്ച് നേരം കളിയും ചിരിയും അവളുടെ കുസൃതിയും എല്ലാം ആയിട്ട് കുറച്ച് നേരം അവിടെയും സ്പെൻഡ് ചെയ്ത് തിരിച്ച് നമ്മൾ വൈകുന്നേരത്തോടു കൂടി ട്രിവാൻഡ്രത്തേക്ക് പിന്നെയും കയറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വ്ളോഗ് പോലെയാണ്. അപ്പം നമുക്ക് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.